ഇന്ന് വിശ്വസാഹിത്യകാരൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ 164-ാം ജന്മദിനം. ഗുരുദേവ് എന്നറിയപ്പെട്ട ബംഗാളി കവി. ലോകമെമ്പാടുമുള്ള ബംഗാളി സമൂഹത്തിന്റെ ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാണ് ഈ ദിനം. സാഹിത്യം, കവിത, സംഗീതം, കല എന്നിവയിലെല്ലാം ശ്രദ്ധേയമായ സംഭാവന നൽകിയ, ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന ഭാരതീയ സാഹിത്യകാരൻ, സാമൂഹിക പരിഷ്കർത്താവ്, തത്വചിന്തകൻ. 1861 മെയ് 7 കൊൽക്കത്തയിലെ പീരലി ബ്രാഹ്മണ വംശത്തിൽ ദേവേന്ദ്രനാഥ ടാഗോറിന്റെയും ശാരദാദേവിയുടെയും മകനായി ജനിച്ചു. ബംഗാളി നവോത്ഥാനത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു ടാഗോർ. പരമ്പരാഗത ക്ലാസ് റൂം അധ്യാപനത്തിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ദീർഘവീക്ഷണമുള്ള ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചതിനാൽ ജോലിക്കാരാണ് ടാഗോറിനെ നോക്കിയിരുന്നത്. 11-ാം വയസ്സിൽ ഉപനയനത്തിനു ശേഷം ടാഗോർ തന്റെ പിതാവിനൊപ്പം മാസങ്ങൾ നീണ്ട ഭാരത പര്യടനത്തിന് തിരിച്ചു. ഈ യാത്രയിൽ അവർ കുടുംബത്തോട്ടമായ ശാന്തിനികേതനും അമൃത്സർ വഴി ഹിമാലയ സാനുക്കളിലെ ഡൽഹൌസി സുഖവാസ കേന്ദ്രത്തിലും എത്തി. ഇവിടെ വച്ച് ടാഗോർ വിവിധ ജീവചരിത്രങ്ങൾ, ചരിത്രം, ആഗോളശാസ്ത്രം, ആധുനിക ശാസ്ത്രം, സംസ്കൃതം, കാളിദാസ കൃതികൾ എന്നിവ പഠിച്ചു. തിരികെ വന്ന ടാഗോർ സ്കൂളിൽ പോയി പഠിക്കാൻ താൽപ്പര്യം കാണിച്ചില്ല. അധ്യാപകർ വീട്ടിൽ വന്നാണ് ടാഗോറിനെ പഠിപ്പിച്ചത്. അഭിഭാഷകനാകണമെന്ന മോഹത്തോടെ ടാഗോർ ഇംഗ്ലണ്ടിലെ സർവകലാശാലയിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാതെ മടങ്ങി. 1890 ടാഗോർ ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ഷിലൈഥ എന്ന സ്ഥലത്തുള്ള തന്റെ കുടുംബസ്വത്ത് ഏറ്റെടുത്തു. അവിടെ പത്മ എന്ന പത്തേമാരിയിൽ താമസിച്ച ടാഗോർ നാട്ടുകാർക്കിടയിൽ ജമീന്ദാർ ബാബു എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ടാഗോറിന്റെ സാധനാ കാലഘട്ടം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സാഹിത്യപരമായി ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം മികച്ച കാലഘട്ടമായിരുന്നു ഇത്. കവിത, നോവലുകൾ, ചെറുകഥകൾ, ഉപന്യാസങ്ങൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികൾ ലോകമെമ്പാടുമുള്ള സാഹിത്യകാരന്മാർക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതാ സമാഹാരമായ ഗീതാഞ്ജലി 1913 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹമായി. ഭാരതത്തിന്റെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ടാഗോറാണ്. അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമാർ ഷോണാർ ബംഗ്ലയും രവീന്ദ്രനാഥ ടാഗോറിന്റെ രചനയാണ്. 1901 ടാഗോർ ഷിലൈഥ വിട്ട് പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ താമസമാരംഭിച്ചു. അവിടെ വെണ്ണക്കല്ല് പതിച്ച പ്രാർത്ഥനാമുറിയുള്ള ഒരു ആശ്രമവും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വിദ്യാലയവും പുഷ്പവൃക്ഷത്തോട്ടങ്ങളുള്ള ഒരു വായനശാലയും അദ്ദേഹം സ്ഥാപിച്ചു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയ ദുഃഖം അനുഭവിക്കേണ്ടിയും വന്നു. അദ്ദേഹത്തിന്റെ പിതാവും ഭാര്യയും 2 കുട്ടികളും മരണമടഞ്ഞു. ഈ കൊടിയ ദുഃഖത്തിനിടയിലും അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏകപക്ഷീയമായി തീരുമാനിച്ചു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനത്തിന് എതിരായി 1905 ആരംഭിച്ച സംഘടിത പ്രക്ഷോഭത്തിൽ ഭാഗഭാക്കായി. പിന്നീട് അദ്ദേഹം രോഗശയ്യയിലുമായി. 1941 ഓഗസ്റ്റ് 7 തന്റെ ജന്മഗൃഹമായ ജൊറസംഗോവിൽ വച്ച് രവീന്ദ്രനാഥ ടാഗോർ ഈ ലോകത്തോട് വിട പറഞ്ഞു.